സൗജന്യ യാത്രയാണ്. സന്തോഷം. വയോധികളായ പ്രായമായ അച്ഛന്മാരെ എല്ലാരെയും അതും പരിഗണിക്കണം. കാര്യം ചെറുപ്പക്കാരെ നമ്മൾ പറയുന്നില്ല, പ്രായമായവരുണ്ടവല്ലേ. നമസ്കാരം. സർക്കാർ വാഗ്ദാനം നടപ്പിലാക്കിയിരിക്കുന്നു. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഇനി വനിതകൾക്ക് 0 വാല്യൂ ടിക്കറ്റ്. എവിടേക്കും വനിതകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ അവസരമൊരുക്കുന്ന KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയാണ് ഇന്ന് രാവിലെ മുതൽ നടപ്പിലാക്കിയിരിക്കുന്നത്. വനിതകൾ ഏറെ ആവേശത്തോടെയാണ് ഈ പദ്ധതിയെ വരവേറ്റത്. രാവിലെ തന്നെ യാത്ര ചെയ്യാനായി നിരവധി സ്ത്രീകൾ ആണ് ഈ KSRTC സ്റ്റേഷനുകളിൽ എത്തിച്ചേർന്നത്. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് പ്രിയദർശിനി പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. തുടർന്ന് കേരളത്തിലെ വിവിധ ഡിപ്പോകളിൽ ഉദ്ഘാടന പരിപാടികൾ നടന്നു. പായസം വിതരണം ചെയ്തും ലഡു വിതരണം ചെയ്തുമൊക്കെയാണ് ഈ പദ്ധതിയെ വനിതകൾ അടക്കമുള്ള ആളുകൾ വരവേറ്റത്. ഇത് വനിതകൾക്ക് ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടമുണ്ടാകുന്ന ഒരു പദ്ധതി എന്നാണ് എല്ലാവരും പറയുന്നത്. ഇത് മുന്നോട്ട് പോകണമെന്ന ആഗ്രഹമാണ് എല്ലാവർക്കും ഉള്ളത്. ഏറെ സന്തോഷത്തോടെയാണ് ചില ആളുകൾ, വനിതകളൊക്കെ യാത്ര ചെയ്യുന്നതിനായി എത്തിയത്. വലിയ ഹർഷാരവും ഒക്കെ മുഴക്കി സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ് ആദ്യ യാത്രകളൊക്കെ നടക്കുന്നത്. ഈ വനിതാ ബസ് യാത്ര, അതായത് പ്രിയദർശിനി പദ്ധതിയിൽ ആദ്യമേ തന്നെ ജോലി ചെയ്തവരിൽ വനിതാ കണ്ടക്ടർ അടക്കമുള്ള ആളുകളായിരുന്നു എന്നതും ഒരു പ്രത്യേകതയായിരുന്നു. ഏതായാലും ഈ പദ്ധതിയെ വനിതകൾ ഏറെ ആവേശത്തോടെയാണ് വരവേൽക്കുന്നത്. ട്രാൻസ്ജെൻഡേഴ്സിനും ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. വിദ്യാർത്ഥിനികൾക്ക് കൺസെഷൻ ഇനി എടുക്കേണ്ടതില്ല. അങ്ങനെ ഒട്ടനവധി മാറ്റങ്ങളാണ് ഇപ്പോൾ KSRTCയിൽ വരുത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ KSRTCയിൽ വിവിധ ഓർഡിനറി സർവീസുകളിലേക്ക് വനിതകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാനുള്ള ഒരു അവസരം സർക്കാരും ഗതാഗത വകുപ്പും ചേർന്ന് ഒരുക്കിയിരിക്കുകയാണ്. എവിടേക്ക് പോണേ? ഞങ്ങൾ കാഞ്ഞിരപ്പള്ളി. സൗജന്യ യാത്രയാണ്. സന്തോഷം. അത്യാവശ്യ കാര്യത്തിന് പോകണോ അതോ സൗജന്യ? അല്ല, ഞങ്ങൾ ഈ മീറ്റിങ്ങിന് വന്ന എന്താ ഇപ്പം നിങ്ങൾക്ക് വനിതകൾക്കെല്ലാം സൗജന്യമാക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം, സന്തോഷം. എല്ലാത്തിനൊക്കെ വേണമല്ലോ. ഈ പൈസ നിങ്ങൾക്ക് വണ്ടിക്കൂലി, സ്ഥിരം യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വണ്ടിക്കൂലി ഒക്കെ മിച്ചം വരും. അതൊക്കെ എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അത് ഇല്ലാത്ത പാവങ്ങൾക്കൊക്കെ ഒത്തിരി പേര് കിടപ്പ് രോഗികളുണ്ട്, അവർക്കൊക്കെ കൊടുക്കണം. പിന്നെ അതിനോട് മാറ്റി വെക്കും, അതിനുവേണ്ടി മാറ്റി വെക്കും. അമ്മയ്ക്ക് നല്ല തീരുമാനം. ചേച്ചിയുടെ തീരുമാനം? ഞാൻ ഇവിടെ അടുത്ത അരിമേരെ തന്നെ താമസിക്കുന്ന. നല്ലൊരു സന്തോഷമാണ് യാത്ര പോകുന്നതിനും വരാനും എല്ലാം. പാവങ്ങളായ എല്ലാവരെയും ഗവൺമെന്റ് സഹായിക്കുന്നതുകൊണ്ട് വളരെ സന്തോഷം ആണ്. പിന്നെ വയോധികളായ പ്രായമായ അച്ഛന്മാരെ എല്ലാരെയും അതും പരിഗണിക്കണം. കാര്യം ചെറുപ്പക്കാരെ നമ്മൾ പറയുന്നില്ല, പ്രായമായവരുണ്ടവല്ലേ, അവരെ പരിഗണിക്കണം. അത്രവേ ഉള്ളൂ നമുക്ക് പറയാം. വേറെ നല്ല സന്തോഷം തന്നെ, പോകാനും വരാനും യാത്ര ചെയ്യാനും. എന്റെ നാട് ആലപ്പുഴയിലാണ്. ഞാൻ പറയുകയും ചെയ്യും, എനിക്ക് ആലപ്പുഴയ്ക്ക് പോകാനൊക്കെ ഏറ്റവും നല്ല ഇതാണെന്നൊക്കെ ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട്. സന്തോഷമാണ്. വിദ്യാർത്ഥികൾക്ക് കൊടുക്കണം. അവരും പാവങ്ങളായ കുഞ്ഞുങ്ങളൊക്കെ അല്ലേ, മാതാപിതാക്കന്മാരും അവരും ഓരോ അവര് കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന സാധാരണക്കാര് പോരുന്നതല്ലേ. അപ്പൊ അതുങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം പരിഗണന കൊടുക്കണം, അവർക്കും എല്ലാം കൺസെഷൻ കൊടുക്കണം. അത്രേ ഉള്ളൂ. സന്തോഷത്തിലാ. ഏതായാലും തീർച്ചയായിട്ടും എന്തെങ്കിലും നമുക്ക് അതുകൊണ്ട് നമുക്ക് വളരെ പ്രയോജനം ഉണ്ടാവും. മാസം എല്ലാ ജോലിക്കാരും യാത്ര ചെയ്യുന്നവർക്കൊക്കെ ഇത് വളരെ ഒരു പാവങ്ങള് ഈ ജ്വല്ലറിയിലും അല്ല ഈ തുണിക്കടയിലെല്ലാം ജോലിക്ക് നിത്യം പോകുന്നവർക്കൊക്കെ അത് നല്ല ഒരു സഹായം തന്നെ. അതുങ്ങൾ ഈ വരുമാനം ഇല്ലാത്തവരാണല്ലോ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിട്ടിട്ട് പോകുന്നത്. അപ്പൊ അവർക്കൊക്കെ ഒരു നല്ലൊരു പ്രയോജനമാണെന്നാണ് നമ്മുടെ തീരുമാനം. നല്ലതാ അവർക്ക്. അതറിയത്തില്ല, ഇപ്പൊ നമ്മളിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളു, നമുക്ക് ഇനി അറിയത്തില്ല. എന്തോ ആണല്ലേ ആണല്ലേ